കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിലിനിടെ ഗംഗാവാലിപ്പുഴയിൽ അസ്ഥിഭാഗം കണ്ടെത്തി. ഇത് മനുഷ്യന്റെ അസ്ഥി എന്നാണ് സംശയിക്കുന്നത്. പരിശോധനകൾക്കായി അസ്ഥി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇത് മനുഷ്യന്റെ അസ്ഥിയാണ് എങ്കിൽ ഇന്ന് ഉച്ചയോടെ തന്നെ സ്ഥിരീകരണം കിട്ടും. അങ്ങനെയെങ്കിൽ ഇത് DNA പരിശോധനയ്ക്ക് അയക്കും. നേരത്തെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ച് മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേ മടങ്ങിപ്പോയിരുന്നു. ഭരണകൂടവും ജില്ലാ പോലീസ് മേധാവിയും മോശമായി പെരുമാറിയെന്നും അതിനാലാണ് തിരച്ചിൽ അവസാനിപ്പിക്കുന്നത് എന്നുമായിരുന്നു ഈശ്വർ മാൽപേ പറഞ്ഞിരുന്നത്. ഈശ്വർ മാൽപേ മടങ്ങിയെങ്കിലും ഗംഗാവാലിപ്പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഡ്രഡ്ജർ കമ്പനി ഞായറാഴ്ച ഗുജറാത്തിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരെ എത്തിച്ചാണ് തിരച്ചിൽ നടത്തിയിരുന്നത്. ഇതിൽ ഒരു ലോറിയുടെ എഞ്ചിൻ അടക്കമുള്ള ഭാഗങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. നേവി മാർക്ക് ചെയ്ത സ്ഥലത്താണ് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മാസം 17-നാണ് മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നത്. ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും 1 കോടി രൂപയോളം ചെലവ് വരുന്നതിനാൽ ആര് പണം മുടക്കും എന്നതായിരുന്നു പ്രശ്നം. പിന്നീട് കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടതോടെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനമായത്. ഡ്രഡ്ജറിന്റെ വാടക 1 കോടി രൂപ കർണാടക സർക്കാരാണ് വഹിക്കുക. ഡ്രഡ്ജിംഗ് കമ്പനിയുമായുള്ള കരാർ ഒരാഴ്ച കൂടി നീട്ടാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. നാവികസേനയും ഇന്ന് തിരച്ചിലിൽ പങ്കുചേരുമെന്നാണ് അറിയുന്നത്. നേരത്തെ ഇവിടെ പരിശോധന നടത്തിയിരുന്ന ക്യുക്ബെ എന്ന സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും ഇന്ന് സ്ഥലത്തെത്തുന്നുണ്ട്. ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നയെ തുടർന്നാണ് പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇന്നലെ തിരച്ചിൽ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയത്. ഇന്നലെ രാവിലെ തന്നെ തിരച്ചിലിൽ ഏകോപനത്തിന്റെ അഭാവം പ്രകടമായിരുന്നു. നാവികസേന മാർക്ക് ചെയ്ത സ്ഥലത്ത് ഈശ്വർ മാൽപേ ഇറങ്ങി മുങ്ങാൻ ശ്രമിച്ചുവെങ്കിലും ഡ്രഡ്ജിംഗ് കമ്പനിക്കാർ തടയുകയായിരുന്നു. പിന്നീട് ഇതൊരു തർക്കമായി മാറി. പിന്നീട് ഈശ്വർ മാൽപേ ടാങ്കർ ക്യാബിൻ കണ്ടെത്തിയ സ്ഥലത്താണ് വീണ്ടും ഇറങ്ങി മുങ്ങിയത്. അവിടെ നിന്ന് ഒരു ആക്ടിവ സ്കൂട്ടറും അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന അക്കേഷ്യ മരത്തടികളും കണ്ടെടുക്കുകയുണ്ടായി. ഈ വിവരങ്ങളെല്ലാം മാൽപേ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതോടെയാണ് പോലീസ് ഇടപെട്ടതും ജില്ലാ ഭരണകൂടത്തെ വിവരങ്ങൾ ആദ്യം അറിയിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നതും. ഇതോടെയാണ് മാൽപേ പിണങ്ങി ഇറങ്ങിപ്പോയത്.